എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്ന് എന്ത് എനർജിയിലാണ് ഉള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡിസ്കവറിയാണ് ആദ്യം തന്നെ കണ്ടിട്ടുള്ളത്. റിക്കവറി വന്നിട്ടുണ്ട്. പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. അബണ്ടൻസ്, റിന്യൂവൽ, ഗ്രാറ്റിറ്റ്യൂഡാണ് ഓട്ടം വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാനാണ്. Nine of Wands, Queen of Swords, Ten of Swords, Eight of Cups, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ബോട്ടം വന്നത് 8 ഫാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡിസ്കവറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്തോ ഒരു സെൽഫ് ഡിസ്കവറി നടത്തി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങളിൽ കാണാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ കണ്ടു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തോ ഒരു ശക്തി, അത് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു സ്വപ്നത്തിലായിരിക്കാം. അത് ഇവിടെ ഒരു ബ്ലെസ്സിങ് പോലെയാണ് അത് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്ലെസ്സിങ്, നിങ്ങൾക്കുള്ള കഴിവുകളായിരിക്കാം ചിലപ്പോൾ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ, നിങ്ങളിതുവരെയും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇതൊരു ഇൻറ്റ്യൂഷൻ പോലെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് വളർച്ചയ്ക്ക് സഹായകമാകുന്ന എന്തോ ഒരു കാര്യം, നിങ്ങളിലുള്ള എന്തോ ഒരു കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊരു ഹീലിംഗ് പവർ ആയിരിക്കാം, ചിലപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു കഴിവായിരിക്കാം. അത് അങ്ങനെ എന്തോ ഒരു കാര്യം അങ്ങനെ കാണുന്നുണ്ട്. ഇത് പിന്നെ റൂട്ട് ചക്രയാണ്. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര ബേസ് ചെയ്ത ഒരു കാര്യം, അത് നിങ്ങളെ ഒരുപാട് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ വരുന്നത് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവായി കാണുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു അവബോധം വന്നു എന്നാണ് കാണുന്നത്. പിന്നെ റിക്കവറിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്ന് കാണുന്നുണ്ട്. അത് തിരിച്ച് കണ്ടെടുത്തു എന്നാണ്. ചിലപ്പോൾ പൈസയോ, ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ളൊരു കീ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒരു ഡോറ് തുറക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് തിരികെ പോകാനുള്ള ഒരു ഡോറ് തുറക്കാനുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് എന്തെന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾ
നിങ്ങൾക്ക് റിക്കവറി എന്ന് പറയുന്ന കാർഡ് വന്നത്. എന്താണ് നിങ്ങൾ റീകവർ ചെയ്തത് എന്ന് നോക്കാം. സ്റ്റാറാണ്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, എന്തോ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു, ആ ഒരു ആഗ്രഹത്തിലേക്ക് പോകാനുള്ള ഒരു പിടിവള്ളി കിട്ടിയെന്നാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു ഹീലിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ എന്തൊക്കെയോ മുറിവുകൾ നിങ്ങൾക്ക് ഹീലായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള ടൈം നിങ്ങൾക്ക് അടുത്തു എന്നാണ് കാണുന്നത്. നമ്മൾ ഒരുപാട് പെയിൻ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും. ആ നെഗറ്റീവ് എനർജി നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ എപ്പോഴും നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്തൊക്കെയോ ഹീലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റാർ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ സ്റ്റാർ ആകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നു. അത് നിങ്ങൾ റിക്കവർ ചെയ്തെടുത്തു എന്ന് കാണുന്നുണ്ട്. പെർഫെക്ഷനാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിലുള്ളതുകൊണ്ട്, എന്ത് കാര്യത്തിനും ഒരു പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാതെ പോകും, മാറ്റിവെക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ചിലപ്പോൾ അത് എന്ത് കാര്യമായാലും കുറച്ചുകൂടി നല്ലതാകട്ടെ, അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാനുണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അതൊന്ന് മാറ്റി വെക്കണം എന്നാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്ന സമയത്തിലൊന്നും നടക്കാൻ പോകില്ല. ചിലപ്പോൾ അത് നടക്കാതെ തന്നെ ഇരിക്കും, പെർഫെക്ഷൻ കൂടുതൽ വേണമെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് ആൾക്കാർ കാണുന്നതല്ലേ, അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ വേണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട, അതെങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, പെർഫെക്ഷൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. പിന്നെ അബണ്ടൻസ് ആണ്. അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കീയും വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു കീ ഹോളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കീ എടുത്ത് തുറന്നാൽ മതി എന്നുള്ളതാണ്. ഈ ഡോറ് ഇവിടെ ഒരു ഡോറാണ്. അപ്പോൾ ആ ഡോറൊന്ന് തുറന്നാൽ മതി, നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടും എന്ന് കാണുന്നുണ്ട്. അപ്പം ധാരാളം ഒരു സൗഭാഗ്യവും സമ്പത്തും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിനൊരു മുന്നറിയിപ്പാണ് ഈ കാണുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും കൂടെ പറയാം കേട്ടോ, അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ റിന്യൂവലാണ്. എന്തോ ഒരു കാര്യം പാസ്റ്റിലുണ്ടായിരുന്നത് വീണ്ടും നിങ്ങൾ റിന്യൂ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നുകൂടി നിങ്ങളത് ചിലപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ പഴയ ഒരു കാര്യം നിങ്ങൾ പുതുക്കുന്നു എന്ന് പറയാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളുടെ കയ്യിലെത്തി. അപ്പോൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുകൂടിയുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥിച്ച കാര്യം റിയാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം, മറന്നു പോകരുത്. കാരണം നന്ദി പറയാൻ മറക്കരുത്. അത് നന്ദി പറച്ചിലെന്ന് പറയുമ്പോൾ കൂടുതൽ നന്ദി പറയേണ്ട സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനും, ഇപ്പോൾ മറ്റൊരാൾ നമ്മൾക്ക് ഒരു സഹായം ചെയ്താലും നമ്മൾ നന്ദി പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഒരു നന്ദി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർക്ക് വീണ്ടും ആ ഒരു സാഹചര്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ലൈഫിൽ. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഹാങ്ഡ് മാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്. നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നതെന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റാക്കിൾസിലെ കാര്യത്തിലാണ്. ഏതോ ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്ന കാര്യത്തിലായിരിക്കാം. അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് വേറെ ചിന്തിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നതല്ല, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തണം എന്ന് പറയുന്നുണ്ട്. 9 of Wands ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് നോക്കാം. 5 of Wands. ഒരു മറ്റുള്ള ആൾക്കാരാരോ നിങ്ങളോട് മത്സരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ആ ഒരു മത്സരം നിങ്ങളെ ചിലപ്പോൾ സ്റ്റക്കാക്കിയതുമായിരിക്കാം. ഒന്നുകൂടി ക്ലാരിറ്റി എടുക്കാം. അപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും 4 of Pentacles. എന്തോ
നിങ്ങളിൽ നിന്നും ആരോ എന്തോ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ മത്സരിക്കാൻ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് എന്നാണ് കാണുന്നത്. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ ക്യൂൻ ഓഫ് സോഴ്സ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളോട് വേറൊരു ദിശയിലേക്ക് പോകാനാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദിശ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. പേജ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി ഡയറക്ഷൻ നിങ്ങളൊന്ന് തിരിയാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്ന് കാണുന്നുണ്ട്. ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലുള്ള എന്തോ ഒരു കാര്യം എൻ്റെ ആകാൻ പോകുന്നുണ്ട്. നിങ്ങൾ അത് ആ ഒരു സ്ട്രഗിളിലാണ്. അപ്പോൾ എന്താണ് എൻ്റെ ആകുന്നതെന്ന് നോക്കാം. വേൾഡ് കാർഡ്, നിങ്ങൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തിരുന്നൊരു കാര്യം എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ടെൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതിൽ കുറച്ച് സഫറിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നതും ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ ആകുന്നു. നിങ്ങൾക്ക് അത് ഫുൾഫിൽമെൻറ്റിലോട്ട് വരുന്നു, ആഗ്രഹം സഫലീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, വിസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഒരുപാട് കൊടുത്തിരുന്ന ആൾക്കാരാണെങ്കിൽ എന്നിട്ടത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കും. ഇത് വെയിറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട് ഇവിടെ ആൾറെഡി. അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ വെയിറ്റിംഗ് എൻ്റെ ആയി നിങ്ങൾക്ക് ഒരു ട്രാവൽ ഉണ്ടാകാൻ പോകുന്നു ഉടനെ എന്നുള്ളതാണ്. വേൾഡ് കാർഡാണ്, അപ്പോൾ ട്രാവൽ കാർഡും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാവൽ ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതെന്താണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് നോക്കാം. 5 ഓഫ് കപ്സ്, നിങ്ങൾ ഇപ്പോഴും നിരാശയിലാണ്. എന്തോ ഒരു പ്രണയമായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കാം, അത് നഷ്ടപ്പെടുത്തി നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ഇനി അത് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വെറുതിട്ടല്ല, പക്ഷേ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടോ അത്രയും സ്നേഹത്തോടു കൂടി നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. ചിലർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ കാലം കൊണ്ട് അതിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ അതിൽ മത്സരിക്കാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സ്നേഹം അങ്ങനെ തന്നെ ഉണ്ട്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ ഇപ്പോൾ എനിക്ക് ആരോടും മത്സരിക്കാൻ വയ്യ. ആ സ്നേഹം എത്രമാത്രം തീവ്രമാണോ ആ തീവ്രതയോടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ വിട്ടുപോകുന്നു എന്ന് കാണുന്നുണ്ട്. ടെമ്പറൻസ് ആണ്. ഇപ്പം ചില കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാലൻസിൻ്റെയും കൂടെ കാർഡാണ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പം നിങ്ങളിൽ കുറേ എന്തെങ്കിലും ഒരു ഷാഡോ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം വിഷമം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം, ഇന്നർ ചൈൽഡിലുണ്ടായ എന്തെങ്കിലും ഒരു വിഷമമായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇന്നർ ചൈൽഡിലുള്ള എന്ത് കാര്യമാണ് ഹീൽ ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഇന്നർ ചൈൽഡിൽ ചില ആൾക്കാർക്ക് ഇതൊരു കുഞ്ഞിലേ ഉള്ളൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ആൾക്കാരുണ്ടായിരിക്കാം. ആ കാര്യത്തിൽ ഒരു സമ്പത്തിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും കുഞ്ഞിലെ ഏതെങ്കിലും കാര്യത്തിനൊക്കെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വേദന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ആ ഒരു വാശിയോടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു പെയിനുണ്ട്, ഇല്ലായ്മയുടെ ഒരു പെയിൻ അതുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഈ സമയം അത് പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്തു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഹീൽ ചെയ്തു, അറിഞ്ഞുകൊണ്ട് തന്നെ ഹീൽ ചെയ്തു എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇന്നേ ദിവസം ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്, അതൊന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ പണം നഷ്ടം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. എന്താണെന്ന് നോക്കാം, എന്താണ് ഇന്നത്തെ ദിവസം ചീറ്റിങ് നോക്കാം. ക്യൂൻ ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ക്യൂൻ ഓഫ് വാൻസ്, ഹയറോഫന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു സ്പിരിച്വൽ അങ്ങനെ ആ
ചില കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൂജയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പണം കടം വാങ്ങാൻ അല്ലെ പണം വാങ്ങാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ചീറ്റിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ അത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യം നടന്നാൽ മതി. ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്, അതൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും അങ്ങനെയുള്ള പേരിൽ ആ ഒരു പേരിൽ നിങ്ങളെ പണം തട്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ കാര്യം നടന്നാൽ മതി എന്നൊക്കെ നിങ്ങളങ്ങനെ വിചാരിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കും ചിലർക്കെങ്കിലും എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മീയ കാര്യത്തിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിന്ന് പൈസ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി തരാൻ പറ്റും, നിങ്ങളുടെ സമയദോഷമൊക്കെ പെട്ടെന്ന് മാറ്റി തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒന്ന് ട്രാപ്പിലാക്കി നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തും എന്നും കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന്ന് കുറച്ച് കാർഡ് എടുക്കാം. എന്താണ് നിങ്ങൾക്ക് ഡിവൈൻ അഡ്വൈസ് ആയിട്ട് കിട്ടുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ്, ടെംപ്ടേഷനും സാക്രിഫൈസും വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 7 ഓഫ് സോർഡ്സ് തന്നെയാണതും. ഇതിൻ്റെ ഒരു 7 ഓഫ് സോർഡ്സ് ആണ് ഇത്. അപ്പം നിങ്ങളെ ഒരു ട്രാപ്പിലാക്കാൻ സാധ്യതയുണ്ട് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് അസൂയുള്ള ആരെങ്കിലും, നേരത്തെ അത് തന്നെ അസൂയുള്ള ആൾക്കാരാരെങ്കിലും നിങ്ങളൊന്ന് ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ട്രാപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക. ചിലപ്പോൾ പാസ്റ്റിൽ തന്നെ നിങ്ങളോട് വളരെ വൈരാഗ്യവും നിങ്ങളുടെ ഉയർച്ചയിൽ ഒരു അസൂയയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അസൂയുള്ള ആൾക്കാർ ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരെന്തെങ്കിലും ഒരു തന്ത്രവും പറഞ്ഞ് ഇന്നേ ദിവസം ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രയംഫാണ്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ് കാണുന്നത്. സാക്രിഫൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല ലൈഫ് കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ആ ഒരു എന്താണോ നിങ്ങൾ ത്യാഗം ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു ഫലം ദൈവം ഇന്നേ ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ട്, അതല്ലെങ്കിൽ തരാൻ തുടങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ അഫക്റ്റ് യുവർ ലൈഫ്. ഇന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചില ആൾക്കാർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഒരു വൈരാഗ്യവും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒരു ചീറ്റിംഗ് പറ്റാൻ സാധ്യതയുണ്ട്. അത് പൈസയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചീറ്റിംഗ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കൊണ്ടല്ലോ. നോക്കാം. ഫണലാണ്. പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺസ് ടു ബി ലേൺഡ്. നിങ്ങൾ ഒരു പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങളൊരു ലെസൺ പഠിക്കും. നിങ്ങൾ പഠിക്കാനുള്ള എന്തോ ഒരു പാഠം പഠിക്കും ഇന്നേ ദിവസം എന്നാണ്. എന്തെങ്കിലും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും, ഇത് തോന്നും എന്ന് കാണുന്നുണ്ട്. പിന്നെ യൂണിക്കോൺ ആണ്. യൂസർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്ത് തന്നെ ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി ആരെങ്കിലും നിങ്ങൾക്ക് തന്നാലും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിക്കുക എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ചിട്ട് വേണം എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പെട്ടെന്നൊരു കാര്യവും ഒരു തീരുമാനം എടുക്കരുത്. ഒന്നിലും ചാടി പുറപ്പെടരുത്. ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇത് സംഭവിക്കാം, ഇത് ചെയ്യണോ ഇത് ചെയ്യണ്ടയോ എന്ന് സ്വയം ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡ്യൂഷൻ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മന്തിൽ നിങ്ങൾക്ക് എന്തോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരിക്കാം.
ലെഗാണ് സ്റ്റെപ്പിംഗ് ഇൻ ന്യൂ എക്സ്പീരിയൻസ്. എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതിൽ പല കാര്യങ്ങളിലും ഇന്നേ ദിവസം ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അതൊന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചില ആൾക്കാരൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ല. അത് ആൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. യൂട്യൂബിൻ്റെ പുതിയ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നത്. സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ബട്ടൺ കാണാൻ പറ്റില്ല ഇപ്പം ആൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താഴെവർക്കൊക്കെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ കാണുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.